ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻഡൻ ഫയറിലേക്ക് ആഫ്റ്റർനൂൺ പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. സോ നേരെ പള്ളി പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നേരെ ചെന്ന് വിട്ടത് ഒരാളുടെ അടുത്താണ്. പള്ളിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടാക്കുമെന്ന് വരുന്നു. ഇപ്പം കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് റെക്കോർഡായില്ലാന്ന് തോന്നുന്നു. ആളിവിടെ പള്ളി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈക്ക് ഒരു സ്ട്രീറ്റിൽ ഇറക്കി. പക്ഷേ നമുക്ക് അത്ര വിശ്വാസമില്ല ഇനി പള്ളി ഉണ്ടോ ഇല്ല എന്നുള്ളത്. 3 ആൾക്കാരെയും കൊണ്ടുവന്ന് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒറ്റ ബൈക്കിൽ 2 ആൾക്ക് വരാൻ പറ്റുന്നിടത്താണ് 3 ആൾക്കാരെ മൂപ്പര് കയറ്റി ഞങ്ങൾ 4 ആൾക്കാരാണ് ആ വണ്ടിയിൽ പോകുന്നത്. സോ ആള് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അവിടെ തന്നെ ഉണ്ട് പള്ളി എന്നുള്ളത്. സോ അതൊന്ന് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. 30 മീറ്റർ ഉള്ളിൽ പറഞ്ഞാൽ അവിടെ ജുമ അടക്കണൊരു കാണില്ല. ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്, നോക്കാം നമുക്ക്. പക്ഷേ അത് റെസിഡൻസ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്യണം. ഇവിടെ മുജാഹിദ് പള്ളിയാണെങ്കിൽ ബ്രാസിൽ കയറില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് മുജാഹിദ് ചൈനയിൽ കുത്തുപോകുന്നുണ്ട്. ആ പള്ളി തെത്തിന് താമസിയില്ല. അതായിട്ട് കയറാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ വൈഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചാണ്. അതേപോലെ ഉള്ളിലുള്ള കുറേ സ്ഥലങ്ങളിലും മിമ്പറിൻ്റെ അടുത്തും ബാക്കി സ്ഥലങ്ങളിലൊക്കെ അറബിയിലുള്ള കുറേ കാലിഗ്രഫി സാധനങ്ങളും ഉണ്ട്. സോ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പള്ളിയിൽ ആദ്യമായിട്ടാണ് ഇത്ര കളർഫുൾ പള്ളി. അതേപോലെ ഒരു ചൈനീസ് ആർക്കിടെക്ചറൽ സാധനം ഇതിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വിധം എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. കാരണം ഇങ്ങനെ ഒരു ടൗണിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റിയിൽ ഉള്ള പള്ളി ആയതുകൊണ്ടായിരിക്കണം ആ ഒരു സാധനം എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഒരേപോലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജുമ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. നമ്മളെ മന്തി സ്റ്റേഷൻ. നമ്മൾ വരും മന്തി സ്റ്റേഷനായിട്ട് നമ്മൾ അഗാധ പ്രണയത്തിലായി. പിന്നെ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്താണ് പറഞ്ഞത് യമനിലുള്ള ആൾക്കാരാണ് ആ മന്തി ചെയ്യുന്നത്. യമനത്തെ ആൾക്കാരാണ് മന്തി ഇവിടെ കൊണ്ടുവന്ന് ഭയങ്കര ഹിറ്റായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് 2-3 ഷോപ്പ് വേറെ ഉണ്ട്. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തിരി കാണാം. ഹാഫ് മട്ടൺ ഹാഫ് ചിക്കൻ. അവിടെ വേറെ എന്തൊക്കെയോ സോസുകളൊക്കെ ഉണ്ട്. അറ്റാക്കിംഗ് സ്റ്റാർട്ട്. നമ്മളവിടുത്തെ സ്ഥിരം കസ്റ്റമറായി. നമുക്ക് ഇനി പ്രീമിയം മെമ്പർഷിപ്പ് തരാറാണല്ലോ. മെറിൻഡ എല്ലാവരുടെ സാധനങ്ങളും. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള സാധനം കോക്കിനേക്കാളും ടേസ്റ്റ് ഉള്ളത് പെപ്സിയാണ്. മെറിൻഡ കുഴപ്പമില്ല. താറാവല്ലേ, ഓരോ ജന്തുക്കളാണ്. അപ്പം നമ്മൾ രാത്രി ഇവിടെ അടുത്തുള്ള ഗോങ്ഷൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ ഇറങ്ങിണ്. ഒരു സ്ട്രീറ്റാണ്. എന്തൊക്കെ ഇവിടെ ഉള്ളാവോ. ആയിവാ പേരക്ക ഉണ്ട്. പേരക്ക പൗത്ത തക്കാളി ഉപ്പിലിട്ട വാങ്ങാം. ഗൈസ്, ഷമാമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു വെള്ളരിക്ക ചത്താൻ കൊടുത്തിന്. എന്താവാന്നുള്ള നമുക്കറിയാം. നോക്കി കാണാം. ഉറപ്പല്ലേ? Let's see. छोटा सही छोटा सायरन ला कबीरन सर छोटा small എങ്ങനെ എന്താ സാധനം 10 കഴിഞ്ഞ തിന്നെ ചെയ്യാ. ഹൈ ഓ നോ ആ ചെറുത് നോ ചോട്ടാ ചെറുത്. പോത്തുണോ താത്തേ? ഷമാമനെ കത്തി വെച്ച് പോത്ത് ഷമാമനെ പറഞ്ഞു. ആ ഒരു പീസ് എടുത്താൽ മതി. യാ അല്ലാ. ഓ തോലൊക്കെ പ്രൊഫഷണലാട്ടോ.
എത്താണ് ഗൈസ്? അങ്ങനെ ലോഡ് വിജയിച്ചിരിക്കുന്നു. ഷമാമന്നെ എന്നാ സൂപ്പർ സൂപ്പർ ആണ്, നല്ല ഫ്രഷ് ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു ഫൈസൽ കാ. സോയറൻ നമ്മൾ കുറച്ച് രാവിലെ തന്നെ നിന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഐഷോ സ്പീഡൊക്കെ ചാടീന് ആ ഒരു റിവറാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഏതായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു റിവറുണ്ട്. അതേപോലെ മീനുകളൊക്കെ ഇങ്ങനെ വന്ന് വെട്ടി പോകുന്നുണ്ട്. ചൂണ്ടലിടുന്ന ആൾക്കാരൊന്നും അത്ര രൂക്ഷമായിട്ട് കാണില്ല. അത് അവിടെ വല്ല കുറച്ചൊരു പഴക്കമുള്ള ടൈപ്പ് ബിൽഡിങ്സ് ഉണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കണേ നമ്മുടെ നാട്ടിലെ ഇപ്പം നമ്മളൊരു കൊച്ചിയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ കൊച്ചി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത കുറേ ആൾക്കാർ, ഇവരെ തന്നെ ആൾക്കാർ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഈ ഒരു ടൗണിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഉള്ളിലേക്ക് ഇനി നമ്മൾ കുറേ പോകാനുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു നല്ല സ്ഥലത്താണ്. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നതാണ്. കല്യാണത്തിനൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കാൻ മുന്നാസൊക്കെ വരികയാണെങ്കിൽ ഇതായിരിക്കും മുന്നാസിൻ്റെ വൺ സ്പോട്ട്. ഇപ്പം മുന്നാസ് എടുത്ത ഒരാളാണ്. ഏതാ മുന്നാസ് ഇവിടെ ഉണ്ട്. മുന്നാസ് ഫോട്ടോ എടുത്തുകൊണ്ട് കാണാൻ ഡിഫറെൻറ്റ് പോസ്റ്റിൽ ചൈനീസ് മുന്നാസ്. പക്ഷെ നമ്മളെ ഊഹം ശരിയാണ്. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് അല്ല, ഞാൻ പറഞ്ഞ മാതിരി ഇവിടുത്തെ തന്നെ നാറ്റീവ്സ് കൂടുതൽ നിൽക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന വല്ല ഒരു ഹിസ്റ്റോറിക് ബിൽഡിങ് പോലത്തെ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ബാക്കിൽ ഇപ്പം നിലവിൽ ഏതോ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആണോ ഞാൻ ആലോചിക്കണതല്ല, ലൈക്ക് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ എന്തോരം ആൾക്കാർ ചൂണ്ടലിടാണ്ടാവും. അത്രയും മീനുകൾ ഇങ്ങനെ പോകണത് നമുക്ക് കാണുന്നുണ്ട്. അത് വലിയൊരു പുഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു റിവറാണ്. എന്തായാലും വളർത്തുന്ന മീനുകളായിരിക്കുമല്ലോ. പക്ഷേ അതിനൊന്നും ആർക്കും വേണ്ടവുന്നുണ്ട്. ആകെ ഒരാളാണ് ഇത്രയും നേരത്തിൽ മീനിനെ പിടിക്കണുണ്ട്. ലിവറാണ് ബൈറ്റായിട്ട് ഇട്ട് കൊടുക്കണത്. എന്തോ ചിക്കൻ്റെ എന്തിൻ്റെയോ ലിവറാണ് ബൈറ്റായിട്ട് ഇട്ട് കൊടുക്കണത്. വലിയ വലിയ ഫിഷസിനെ കിട്ടുമെന്ന് തോന്നുന്നു. നോക്കാം. വേറെ അടുത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ളത്, മനുഷ്യൻ എപ്പോഴാണ് വന്നാണ്ട് ഓട്ടോറിക്ഷ കുത്തുക അറിയില്ല. അങ്ങനെ ഒരു ഓട്ടോറിക്ഷമാര് കുറേ വണ്ടികളുണ്ട് ഇവിടെ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. വാക്കിങ് ഉള്ള സ്ഥലത്ത് കൂടെയാണ് ഏറ്റവും കൂടുതൽ അവർ പോണത്. ഇതൊരു അജാതിയൊരു വരവാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ നാട്ടിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരേപോലെയാണ് ഇപ്പോൾ മനസ്സിലായി. എല്ലാത്തൊരു കോളുന്നത് കണ്ടല്ലേ? ഈ നിർത്തിയ ടീമാണ് ബാക്കിലുള്ള യെസ് ദാറ്റ് ഗൈസ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷനോട് പറഞ്ഞത് തന്നെയുണ്ട്, ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഭയങ്കര പേടിയാണ്. ഹോൺ അടിക്കുന്നുണ്ടല്ലേ? ശരിക്കും ഫുട്പാത്താണ് ആ പോണേ. ഓ ഒരു ചെറിയൊരു ക്രൂസ് പോലത്തെ ഒരു സാധനം പോകുന്നുണ്ട്. ഗൈസ് കൺഫേംഡ് ഫോർട്ട് കൊച്ചിയാണിത്. അങ്ങനത്തെ ഒരു ഏരിയ തന്നെയാണ്. അവിടെയാണ് മറ്റേ ബിലാലിൻ്റെ വീടുള്ളത്. അവിടെയാണ് ആ ഒരു മൂഡാണ് ഇവിടെ. പക്ഷെ ഇവിടെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം. ട്രാഫിക് മാത്രം ഇവർക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അത്രയും പോപ്പുലേഷനും അത്രയും വണ്ടികളുള്ളതുകൊണ്ടായിരിക്കും. എപ്പോൾ നോക്കിയാലും ഹൈ ട്രാഫിക്കാണ്. കുറച്ച് കിലോമീറ്റേഴ്സ് തന്നെ കവർ ചെയ്യാൻ ഭയങ്കര ടൈമാണ്. ഏകദേശം ഒരു വലിയ പാർക്കിലെത്തിന്. പക്ഷെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ 99.9% ഇവരെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഫോറിനർ പോലും കാണില്ല. ഇനി ഫോറിനേഴ്സിന് വരാൻ പറ്റാത്ത ഏരിയ ആണെന്ന് അറിയില്ല. ഞാൻ വല്ല യൂ ടേൺ എടുക്കുകയാണ്. ഇവിടെ ഒരു ബോർഡ് പോലും എഴുതിച്ച് വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഫുൾ ഓൾ ലാംഗ്വേജിലായിരിക്കും. ഓൾ ലാംഗ്വേജിനാൽ അത്രയും പ്രൊമോട്ട് ചെയ്യണമെന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞ മാതിരി ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല. പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല, അറിയാഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത്. അപ്പം വല്ല യൂ ടേൺ എടുക്കട്ടെ. അവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ്, ഹൗസ്ഫുള്ളാണ്. എല്ലാം യൂ ടേൺ എടുത്ത് എല്ലാം പോട്ടെ. ഗൈസ് ഇതാണ് നമ്മളെ ഹോട്ടൽ. സിൻമിങ്വ എന്തോ ഒരു സാധനം നമ്മൾ ഇന്നലെ പറഞ്ഞത്. എന്തൊരു മിനിക്വ ആണ്. ഇവിടെ എത്ര അടുത്താണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. നിങ്ങളാണ് രണ്ടാളെയാണ്. എന്താ ഈ വണ്ടിയിലുള്ള ആൾക്കാർ സ്പെഷ്യാലിറ്റി? പറഞ്ഞോടിക്ക് വ്യത്യസ്തമായ ഓരോ സ്കൂളിലെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഫാൻസി ഡ്രസ്സാണോ? നാട്ടിലെത്തിയ പൈസക്ക് എങ്ങനെയൊക്കെ ഗൈസോടെ എന്തോ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ അവിടെ ഫുൾ ഫാൻസി ഡ്രസ്സുകളാണ്. ഗൈസ് ഇവരോടൊന്ന് ഇവരെ ഫിലിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ചോദിക്കാൻ പോലും നമുക്ക് ഭാഷ ബാരിയറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചോദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു നൈസ്ലാൻഡ് എടുക്കുകയാണ്. മോശമാണ്, എന്നാലും മോശം ഉണ്ടാവില്ല. ഓലിപ്പോൾ ഇത് കാണിക്കാൻ വന്നതന്നല്ലേ.
അല്ല അങ്ങനല്ല ഈ ഡ്രസ്സ് ഇട്ടത്. വീണ്ടും നമ്മൾ ക്യാൻറ്റൺ ഫെയറിലെത്തിന്. കഴിച്ചതാ ഇവിടെ ഒരു ചലഞ്ച്. വരും നിന്നോളി. ഇപ്പൊ വരില്ലല്ല. വരും നോക്കി ഇടുക്കി. ഞാൻ വീഡിയോ എടുത്തോ. ഫുള്ള് എടുക്കാണ്ടോ എന്നായിക്കോട്ടെ. ഞാൻ ഫെയറിന് പോരുന്ന സമയത്ത് മെട്രോയിൽ വെച്ചിട്ട് നമ്മളെന്ത് 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു സാൻഡ്വിച്ച് പോലത്തെ സാധനം കഴിച്ചിനി. അപ്പം പറഞ്ഞു മൂപ്പരോട് വിശക്കും കഴിച്ചോളിന്ന്. മൂപ്പര് എനിക്ക് വേണ്ട, ഞാൻ വൈകുന്നേരം വരെ നിൽക്കും പറഞ്ഞപ്പോൾ പോണ്. തലേന്നുണ്ട് പോകണം, തലേന്നുണ്ട്. കേക്ക് കോഫി പറ്റൂല, പക്ഷേ ഏതവിടെ ഫൈസൽ കേക്ക് പറ്റുന്ന ആചാര കട ഹലാൽ കടയിൽ കണ്ട സന്തോഷത്തിൽ അൽ ലോഡ് ഫൈസൽ ജി ആചാര കടയിൽ പോണ്. സാധനങ്ങളൊക്കെ വാങ്ങണേ. KFC കാതിർക്ക ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ട് മൂപ്പര് വിശ്വസിക്കണില്ല. ഇങ്ങോട്ട് കാതിർക്കാൻ്റെ അല്ലാതെ മറ്റേ കടയ്ക്ക് തന്നെ പോവാണ്. ഹലാൽ മെനു ഇവിടെ ചൂസ് ചെയ്യാൻ അയക്കില്ല. അവിടെ എല്ലായിടത്തും ഹലാലും കാതിർക്കല്ല, മറ്റേ ഇയാളും ആചാര ഇതുണ്ട്. ഞാൻ അതായിട്ടൊന്ന് ഇതാണ് ബീഫ് ആൻഡ് എഗ് ക്ലേ പോട്ട് റൈസ് ആണ് ഞാൻ ഇതാക്കണത്. അല്ല ഇതവിടെ ചിക്കൻ വിങ്സ് ആൻഡ് എഗ് ക്ലേ പോട്ട് റൈസ് ആണോ? ഞാൻ റൈസാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ബ്രോക്കോളി ഒക്കെ ഉണ്ട്. ബ്രോക്കോളി ഇത് കത്തും നിങ്ങളുണ്ടോ? നിങ്ങൾ എന്തിനാ 43 യുവാന് ഒരു ട്രേ നിറച്ച് സാധനങ്ങൾ ഒരാൾക്ക് ഓർഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബോസ് അവിടെ കുത്തിരിക്കണേ ഹലാലെന്ന് പറഞ്ഞിട്ട്. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊക്കെ ഒരു സിമ്പിൾ ടാസ്ക് ആണ്. നമ്മളിത് ഇതൊക്കെ അങ്ങനെ കഴിക്കും. സിമ്പിൾ ജസ്റ്റ് ഈ ചോപ്സ്റ്റിക്ക് പിടിക്കാൻ പല ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഇത് അറിയാത്തവർക്ക് ഉള്ളതാണ്. ഇങ്ങനെ ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ചോപ്സ്റ്റിക്ക് ഉണ്ടാവും, അത് നോക്കിയെടുക്കുക. ചീരണ്ട് ഇതെന്താ അടക്കലി തുറക്കി. മൂപ്പരൊരു അക്ഷരം തിന്നൂലെന്നാ പറഞ്ഞേ, ഒരു പീസ് കഴിക്കൂല. ഇത് ഇതെന്തോ ഒരു ചിക്കൻ കരിങ്കോയി ചാറാണെന്ന് തോന്നുന്നു. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. ചിക്കൻ പക്ഷെ ബോസ് ആണെങ്കില്ല. ഇവിടെ നല്ല നാട്ടിലെ സൂപ്പർ ചീര ഉണ്ട്. നമ്മൾ ചീര ട്രൈ ചെയ്ത് നോക്കുക. സോയ സോസ് നോക്കിയാ പക്ഷെ ഇത് കെതിട്ട് തിന്നല്ലേ എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ കഴിച്ചോട്ടെ. ഈ പാത്രം ഞാൻ തീർത്തു. ഇനി ബീഫ് ഒന്നടപ്പാണ് ഗേസ്. അല്ല ഇതാണ് അടപ്പ്. ബീഫ് ബീഫാന്ന് പറഞ്ഞിട്ട് തിന്നാണ്. ഇതാ ചിക്കൻ ചോറ് പഴിച്ചിട്ട് തിന്നാണെന്ന് പറഞ്ഞത്. കിടിലം ചോറ്. ചീരയാണ് കിടിലനായത്. ചീരക്കാണ് ഫാൻസ്. പൈസക്ക് എപ്പോഴും മിസ് ചെയ്തു. പെപ്സി ഓക്കെ. ഗൈസ്, അപ്പം ഒരുവിധം ഇന്നത്തെ ക്യാൻറ്റൺ ഫെയർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറത്ത് നല്ല മഴയാണ്. സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. കാണില്ലല്ലേ? ഇവിടുന്ന് എല്ലാം ഇറങ്ങാനുള്ള പരിപാടിയാണ്. എന്താ ഓരോ സ്ഥലത്ത് ക്ലോസിങ് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഈ കുപ്പികളൊക്കെ ഇദ്ദേഹം പൊരുതി നേടിയതാണ്. റിസപ്ഷനത്തെ പെണ്ണിനോട് മറ്റേ വെള്ളം ചോദിച്ചപ്പോൾ അത് പറഞ്ഞ് അതിന് മനസ്സിലാവില്ല. എന്താ വെള്ളം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു വെള്ളം കുപ്പി ഇതാ പുറത്തുനിന്ന്, ഈ വെള്ളം കുപ്പി എടുത്ത് പുറത്തുനിന്ന് വാങ്ങിയാൽ ഇത് വാങ്ങിക്കൊണ്ടത് തല വെച്ചാണ് ഡാൻസ് കളിച്ചത്. അതിൽ 5 വെള്ളം കുപ്പി കിട്ടി. ഏതായിട്ട് ഇവിടുത്തെ ഭാഷ ഒരു സീൻ തന്നെ. ഡബ്സി അല്ല മറ്റേ വേടൻ ഫൈസൽ ജി.
അപ്പൊ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. സോ അടുത്ത വ്ളോഗ് കാണുമ്പോ ബൈ.